ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഹാബിറ്റ്സ് ഓഫ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ള വീഡിയോ എന്ന് വെച്ചാൽ +2 കഴിഞ്ഞിട്ട് ഞാൻ എന്തെടുത്തു അത് പറയാനാണ്. ഞാൻ +2 ബയോ മാത്സ് ആയിരുന്നു, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, പിന്നെ മാത്സ് ഇത് 4 ആയിരുന്നു. പക്ഷേ ഞാൻ എടുത്ത കോഴ്സ് എന്ന് പറയുന്നത് BCA പ്ലസ് ആഡ് ഓൺ ആണ്. ഞാൻ ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സാണ് എടുത്തത്. ഞാൻ ബയോ മാത്സ് എന്തിനു പഠിച്ചോന്ന് എനിക്കിപ്പോഴും ഒരു BCA എടുത്തപ്പോൾ അപ്പോൾ എന്തിനു ബയോ മാത്സ് പഠിച്ചു അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ആയി. നേരെ ഞാൻ ബയോന്ന് മാറി നേരെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിലേക്കാണ് ഞാൻ മാറിയത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് BSc നഴ്സിംഗ് എനിക്ക് ഇഷ്ടമായിരുന്നു. സത്യം പറഞ്ഞാൽ BSc നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കരിയർ എനിക്ക് ഇഷ്ടമായിരുന്നു, നഴ്സിംഗ് എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ BSc നഴ്സിങ്ങിനെ കുറിച്ച് ഞാൻ കൂടുതൽ അറിഞ്ഞപ്പോൾ സ്ട്രെസ്സാണ്. 1 വർഷം 67 അസൈൻമെൻറ്റ് വെക്കണം. അപ്പോൾ ഞാനൊരു ചേച്ചിക്ക് വിളിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഒരു ചേച്ചി ഇങ്ങനെ ചെയ്യുന്ന ഉണ്ണിമായ എന്ന് പറഞ്ഞിട്ടാണ് ചേച്ചിയുടെ പേര്. ചേച്ചി കോട്ടയത്ത് നിന്ന് പഠിച്ചിറങ്ങിയതാണ്. ആ ഫസ്റ്റ് LBSൻ്റെ സമയം വരുമ്പോൾ ചേച്ചി ഞാൻ വിളിച്ചു ചോദിച്ചു, ചേച്ചി എങ്ങനെയുണ്ട് BSc നഴ്സിംഗ്? അപ്പോൾ ഞാൻ സ്ട്രെസ്സുള്ളവർ പഠിക്കുന്നത് കുറച്ച് ടഫാണ്. 1 വർഷം 67 അസൈൻമെൻറ്റ് എടുത്ത് ഞാനിങ്ങനെ കാൽക്കുലേറ്റർ അടിച്ച് 67 ഇൻറ്റു 3 വർഷം 280 ആ സംതിങ് അസൈൻമെൻറ്റ്സ് എഴുതുന്നുണ്ട്. സ്ട്രെസ്സ് നല്ലോണം ഉണ്ടാവും. ഒരു ഡോക്ടർക്ക് എങ്ങനെ പഠിക്കുന്നുണ്ടോ അതുപോലെ തന്നെ ഒരു സിസ്റ്റർക്കും പഠിക്കണം എന്നാണ് എല്ലാവർക്കും അറിയുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അയ്യോ കുറേ പഠിക്കാണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ ഞാൻ റിസൾട്ട് കാത്തിരിക്കുന്നു. റിസൾട്ട് LBSന് കൊടുക്കാൻ വേണ്ടി റിസൾട്ട് വരാൻ വേണ്ടി കാത്തിരിക്കും. അപ്പോൾ അതിനു മുമ്പ് കുറേ കരിയർ ഗൈഡൻസുകാരും ഒക്കെ എനിക്ക് വിളിക്കുന്നുണ്ട്. എന്താണ് ഇവിടെ അഡ്മിഷൻ എടുത്തോ, ഇവിടെ എന്താണ് ചെയ്യുന്നത്, ജർമ്മനിക്ക് പോകാൻ താല്പര്യമുണ്ടോ, കാനഡയ്ക്ക് പോകാൻ, അങ്ങനെ ഒരുപാട് കരിയർ ഗൈഡൻസ് ഇപ്പോഴും നിങ്ങൾക്ക് വിളിക്കുന്നുണ്ടാവും. കുറേ ആൾക്ക് വിളിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ഇപ്പോഴും വിളിക്കുന്നുണ്ടാവും കുറേ കരിയർ ഗൈഡൻസിൻ്റെ ഓഫീസിൽ നിന്നും. അപ്പോൾ ഞാൻ ഓരോരുത്തരും വിളിക്കുമ്പോൾ എനിക്ക് ടെൻഷൻ കൂടും. ഇനിയിപ്പോൾ എനിക്ക് ഇൻഡെക്സ് മാർക്ക് ഉണ്ടാവില്ലേ, എനിക്കിപ്പോൾ എത്രയും മാർക്ക് ഉണ്ടാവുക എന്നൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഞാൻ. റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം വരെ ഞാൻ BSc നഴ്സിംഗ് ഒന്നും ഒരു അടി അനങ്ങാത്തൊരു മനുഷ്യനായിരുന്നു. അമ്മോട് അച്ഛനോട് ചോദിച്ചാൽ മനസ്സിലാവും ഞാൻ BSc നഴ്സിംഗ് BSc നഴ്സിംഗ് എല്ലാവരും വിളിക്കുമ്പോഴും സംസാരിക്കും ഞാൻ BSc നഴ്സിംഗ് തന്നെ എടുക്കും, BSc നഴ്സിംഗ് എടുക്കുമ്പോഴും പറഞ്ഞിട്ട് ഒരാളായിരുന്നു. റിസൾട്ട് വന്നു, എനിക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു, 95% മാർക്ക് ഉണ്ട്. പക്ഷേ ഞാൻ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് 258.12 ആ റേഞ്ചിലുള്ളൂ. അപ്പോൾ എൻ്റെ കോൺഫിഡൻസ് മുഴുവൻ ചോർന്നു പോയി. കാരണം എന്താ പറയുക, ഞാൻ ഇൻഡെക്സ് മാർക്ക് നോക്കി LBSൻ്റെ വീഡിയോസിലൊക്കെ ഇൻഡെക്സ് മാർക്ക് നോക്കുമ്പോൾ കുറേ ആൾക്കാർക്ക് 300 ഉണ്ട്, 250, 298 അങ്ങനെ എത്രയോ ഒക്കെ എടുക്കുന്നുണ്ട്. 288 ആ ഫെയ്ത്താണ്, എൻ്റെ ഒരു ഹോപ്പാണ് നഷ്ടപ്പെട്ടു. പിന്നെ പിന്നെ BSc നഴ്സിംഗ് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇങ്ങനെ കുറഞ്ഞ് വന്നു. പിന്നെ ഒരു ഏട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു ഏട്ടനാണ്. ഏട്ടനെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാണ്. ഏട്ടനാണ് എൻ്റെ ഇതുവരെയുള്ള ഞാൻ ഇപ്പോൾ കോളേജിൽ അഡ്മിഷൻ എടുത്ത് വരെ ഏട്ടനാണ് എൻ്റെ എല്ലാതും ചെയ്ത് തന്നിട്ടുള്ളത്. എൻ്റെ എല്ലാ അടുത്ത അഡ്മിഷൻ ആയിക്കോട്ടെ, എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നതൊക്കെ ഏട്ടനായിട്ട് ചെയ്ത് തന്നിട്ടുള്ളത് കോളേജ് കാണാനായിട്ട്. അപ്പം ഞാൻ ഏട്ടനെ വിളിച്ചു എന്തായാലും റിസൾട്ട്. അപ്പോൾ ഏട്ടൻ ഫുൾ A+ ഉണ്ട്, ഇങ്ങനെ മാർക്ക് ഉണ്ട് പറഞ്ഞു. ഏട്ടൻ പറഞ്ഞു കൺഗ്രാറ്റ്സ്. ഞാൻ ഏട്ടനും അതിശയായി. കാരണം ഏട്ടനൊരു പേടിയാണ് ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു എത്ര ഇൻഡെക്സ് മാർക്ക് എത്ര 282 അപ്പോൾ ചാൻസ് കുറവാണോ അങ്ങനത്തെ ഒരു സംസാരമായി. ഞാൻ പറഞ്ഞു എനിക്കും ടെൻഷനാവേണ്ട ഏട്ടാ, എന്താ ചെയ്യാനിപ്പോൾ? അപ്പോൾ എനിക്ക് സ്ട്രെസ് എടുക്കാനും വയ്യ. BSc നഴ്സിംഗ് ഇപ്പോൾ വേണ്ടേ, BSc നഴ്സിങ്ങിന് ആ ഭാഗത്തേക്ക് വേണം, നഴ്സിംഗും പാരാമെഡിക്കൽ ക്ലാസ് ആകുമ്പോൾ മെഡിക്കലിൻ്റെ ഭാഗത്തേക്ക് വേണ്ട പറഞ്ഞു. അപ്പോൾ ഏട്ടൻ ഞാൻ ചോദിച്ചു റയറായിട്ടുള്ള കോഴ്സസ് ഏതാണെന്ന് ചോദിച്ചു. BHA നല്ല കോഴ്സാണ്, ബാച്ചിലർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചുള്ള കുറേ സെർച്ച് ചെയ്തു. അപ്പോൾ ഞാൻ ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ അതിന് രജിസ്ട്രേഷൻ ഫീസ് ഇട്ടു. അതായത് 1168 രൂപ 92 പൈസ ഞാൻ അവിടെ രജിസ്ട്രേഷൻ നടത്തി. അത് കഴിഞ്ഞ് എൻ്റെ അമ്മായി, അതായത് അമ്മയുടെ ഒരു കസിൻ ഉണ്ട്, അപ്പോൾ ചേച്ചിയുടെ ഫ്രണ്ട് ഹരി വന്നിട്ടാണ് ഏട്ടൻ. അപ്പോൾ ഏട്ടന് അമ്മായി ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെ കിച്ചു അഡ്മിഷൻ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഏട്ടൻ അമ്മായിയോട് ചോദിച്ചു എന്തിനാ ഈ 95% കുട്ടി എന്തിനാണ് BHA എടുത്തതെന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. അപ്പോൾ അത് ചോദിച്ചു. പിന്നെ കുറേ ഇങ്ങനെ ആൾക്കാർ സംസാരിക്കലാണെങ്കിൽ എന്തിന് BHA എടുത്തെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എനിക്കിഷ്ടമാണ് BHA, പക്ഷേ ഞാൻ BCA എന്ന് കേട്ടു. ഞാൻ അതുവരെ BCAയുടെ സംഭവം ഒന്നും ഞാൻ അറിയാത്ത ഒരാളായിരുന്നു. പിന്നെ BCA എന്ന് കേട്ടപ്പോൾ എനിക്ക് ഈ പ്രേമല ഫിലിമൊക്കെ കണ്ടിട്ടില്ല, അവരിങ്ങനെ അവിടെ കുളിക്സിൻ്റെ ഒപ്പം ഇന്ന് വർക്ക് ചെയ്യുന്ന സംഭവം. അപ്പോൾ എനിക്ക് BCA എടുത്താലും അങ്ങോട്ടൊരു തോട്ടെ. പിന്നെ ഞാൻ BCAനെ കുറിച്ച് കുറേ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ആദിത്യ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആചാര്യയിൽ അഡ്മിഷൻ എടുത്ത ആ സമയത്ത് അവളും എൻ്റെ ഒപ്പം BHAക്ക് അഡ്മിഷൻ എടുത്തു. അപ്പോൾ BHA ഒരു ഇതില്ലാതെ അവളും ഇങ്ങനെ BCAനെ കുറിച്ച് ഇങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞിട്ട് ഞാനും BCA, അതായത് ഞങ്ങൾ എന്തായാലും നമ്മൾ ഒരുമിച്ച് പഠിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ BCAനെ കുറിച്ച് കുറേ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ട് BCA എടുത്താൽ എന്തെൻ്റെ അഭിപ്രായം. അപ്പോൾ അവൾ BCAനെ കുറിച്ച് കുറേ മുമ്പേ തന്നെ അതിനെ അന്വേഷിച്ച് നടന്നിരുന്ന ആളെ. അപ്പോൾ ഞങ്ങൾ ഫുൾ BCA എല്ലാ കോളേജിലും. എന്തായാലും കേരളത്തിൽ പഠിക്കാൻ ഉദ്ദേശം എന്തായാലും, കാരണം പഠിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം കേരളത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഭയങ്കര ഫ്ലോപ്പ് ആയിരിക്കും. കാരണം നമ്മൾ ഇപ്പോൾ കേരളത്തിൽ ഇംഗ്ലീഷ് സംസാരം ഭയങ്കര കുറവാണ്. അപ്പം നമ്മളിപ്പോൾ പുറത്ത് പോയി നമുക്ക് വർക്ക് ചെയ്യണമെങ്കിലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് ഏറ്റവും മസ്റ്റായിട്ട് ബേസിക്കായിട്ട് നമുക്ക് വേണ്ടത്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. എത്രത്തോളം നമുക്ക് ലാംഗ്വേജസ് അറിയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് എവിടെ പുറത്ത് പോകുകയാണെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അപ്പോൾ ഞാൻ എന്തായാലും കേരളത്തിൽ പഠിക്കില്ല എന്ന് ഉറപ്പിച്ച ഒരാളായിരുന്നു.
അപ്പം എന്താ പറയുക, ഞാൻ ബാംഗ്ലൂർ നോക്കി. ബാംഗ്ലൂരാണ് ഇപ്പോൾ ഞാൻ കോളേജ് എടുത്തുള്ളത് കേട്ടോ. അപ്പോൾ ബാംഗ്ലൂർ നോക്കി. ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള കോളേജസ് മിക്ക എല്ലാ കോളേജസും നോക്കിയിട്ട് ക്രൈസ്റ്റ്, പ്രസിഡൻസി, കൃപാനിധി, ബൃന്ദാവൻ, പിന്നെ ആചാര്യ, അങ്ങനെ കുറേ കോളേജസ് ഞാൻ നോക്കിയിട്ടുണ്ട്. എന്താ പറയുക, കോശീസ്, അങ്ങനെ കുറേ കോളേജസ് ഞാൻ നോക്കിയിട്ടുണ്ട്. അവസാനം ക്രൈസ്റ്റിൽ എടുക്കാമെന്ന് നോക്കിയതായിരുന്നു. പക്ഷേ അവിടെ ഡൊണേഷൻ നല്ലതാണ്. നമുക്ക് മിഡിൽ ക്ലാസ് ഫാമിലീസാണ്, നമുക്ക് അത്ര ഡൊണേഷൻ 2 ലക്ഷമൊക്കെയാണ് ഡൊണേഷൻ വരുന്നത്. അത് താങ്കളെ കപ്പാസിറ്റി. അപ്പോൾ ഞാൻ നല്ല കോളേജസ് നോക്കുന്നുണ്ട്, നല്ല എഡ്യൂക്കേഷൻ നോക്കുന്നുണ്ട്. നല്ല കോളേജ്, നല്ല എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ലോ ഫീസ്, ഇതാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഏട്ടനോട് ഒന്ന് സംസാരിച്ച് ചെയ്തൊക്കെയാണ് നല്ല കോളേജസിൽ. അപ്പോൾ സാംബ്രം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറഞ്ഞിട്ടോ, സാംബ്രം കോളേജ് ഓഫ് ടെക്നോളജി, സാംബ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അപ്പോൾ ഞാനിവിടുത്തെ നോക്കിയപ്പോൾ ഫീസ് കുഴപ്പമില്ല. എനിക്ക് ഞാൻ എന്തായാലും ലോൺ എടുത്തിട്ട് പഠിക്കുള്ളൂ. കാരണം പാരൻസിൻ്റെ ചിലവിൽ എന്തായാലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിക്കൽ കഴിഞ്ഞ് ഒരു വർഷം ജോലി ചെയ്തിട്ട് എനിക്ക് എന്തായാലും ഫീസ് എന്താണ് ലോൺ അടയ്ക്കണം. കാരണം ഒരിക്കലും പാരൻസിൻ്റെ പൈസയിൽ ഒരിക്കലും ഞാൻ പഠിക്കില്ല എന്ന് ഉറപ്പിച്ച ഒരാളായിരുന്നു. ഇനി അഥവാ എനിക്ക് BSc നഴ്സിംഗിൽ ഞാൻ BSc നഴ്സിംഗ് എടുക്കുകയാണെങ്കിൽ കൂടി 12 ലക്ഷം ബാംഗ്ലൂരിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സിറ്റിയിൽ എനിക്ക് വേണം. എനിക്കത് മസ്റ്റായിട്ട് വേണം. അതായത് ഹോസ്റ്റൽ ഫീസും അവിടുത്തെ ട്യൂഷൻ ഫീസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് എനിക്ക് അത്രയും വേണം. എന്തായാലും പാരൻസിൻ്റെ ഞാൻ റിസൾട്ട് വരുന്നതിന് മുമ്പേ ഞാൻ തീരുമാനിച്ചു. ഫസ്റ്റ് തന്നെ തീരുമാനിച്ചു ഒരിക്കലും പാരൻസിൻ്റെ പൈസയിൽ ഞാൻ ഒരിക്കലും പഠിക്കില്ല എന്ന് തീരുമാനിച്ച ആളായിരുന്നു ഞാൻ. അപ്പോൾ ഞാനിങ്ങനെ 12 ലക്ഷം 10 ലക്ഷം എനിക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാത്തൊരു ഫീസാണ്. അച്ഛനോട് എത്ര പൈസ ചോദിച്ചാലും അച്ഛൻ എവിടെ നിന്ന് എടുത്തിട്ടാണെങ്കിലും എനിക്ക് പഠിപ്പിച്ചിരുന്ന എനിക്കൊരു വിശ്വാസം. അത് അച്ഛൻ അങ്ങനെ തന്നെയാണ്. എത്ര പൈസ ഇല്ലെങ്കിലും അച്ഛൻ എവിടെ നിന്നാണെങ്കിലും എനിക്ക് എടുത്തിട്ട് പൈസ തന്നിട്ട് തന്നെ പഠിക്കും. പക്ഷെ എനിക്കൊരിക്കലും അത് ആഗ്രഹമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഞാൻ ലോൺ എടുത്തിട്ടാണ് പഠിക്കുന്നത്. ലോൺ എടുത്തിട്ടാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ കോളേജിനെ പറ്റി അറിഞ്ഞു. സാംബ്രം ഇൻസ്റ്റിറ്റ്യൂട്ട്, ഞാൻ അവിടെ പോയി കോളേജ് കണ്ടു. ഞാനിപ്പോൾ 5 ഡേയ്സ് ഇൻ ബാംഗ്ലൂർ വന്നിട്ട് ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് കാറിലായിട്ട് പോയത്. ഇവിടുന്ന് ഏട്ടൻ പോകുന്നുണ്ടോ, പെട്ടെന്നുള്ളൊരു പോക്കായിരുന്നു. ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടുള്ളൊരു പോക്കല്ല, പെട്ടെന്ന് പോയി. പിറ്റേ ദിവസം ഏട്ടന് വന്നു, അരുണേട്ടൻ വന്നു, വേറെ 2 ഏട്ടന്മാരുണ്ടായിരുന്നു. നേരെ സാംബ്രത്തേക്കാണ് പോയത്. ഞാൻ ആചാര്യ നോക്കാമെന്ന് വിചാരിച്ചു BCA. പക്ഷേ അവിടെ ഫീസ് വരുന്നത് 5 ലക്ഷമാണ്. 5 ലക്ഷമാണ് BCAക്ക് വരുന്നത്. പക്ഷേ ഇവിടെ സാംബ്രത്തിൽ ലോ ഫീസാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സാംബ്ര ഫസ്റ്റ് ചൂസ് ചെയ്തത്. കോളേജ് കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ആംബിയൻസ് ആണ്. നല്ല ഹൈപ്പ് കൊടുക്കാനുള്ള കോളേജൊന്നും ഇല്ല, ഫുൾ എൻജോയ്മെൻറ്റ് അങ്ങനത്തെ ഒരു സംഭവമില്ല. കോളേജ് നല്ല കോളേജാണ്, നീറ്റാണ്, ക്യാമ്പസ് നല്ലപോലെ ഉണ്ട്, നല്ല പ്രകൃതി സംഭവം ആ സംഭവമൊക്കെ ഉള്ളൊരു കോളേജാണ്. പേഴ്സണലി എനിക്ക് അവിടെ ഫുൾ സെറ്റപ്പ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പിന്നെ പ്ലേസ്മെൻറ്റ്, അവിടുത്തെ പ്ലേസ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ എല്ലാ മാസവും അവിടെ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അത് അവിടെ ഏത് കോഴ്സസ് ആണെങ്കിലും അതിനെല്ലാ കോഴ്സിനും അവിടെ എല്ലാ മാസവും, എല്ലാ വർഷമല്ല എല്ലാ മാസവും അവിടെ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് ആ കോളേജിൽ. ആ പ്ലേസ്മെൻറ്റിനായിട്ട് തന്നെ അവിടെ ഒരു ബിൽഡിംഗ് തന്നെ ഉണ്ട്. പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ സെൻറ്റർ, അവിടെ ഒരു ക്ലാസ് അടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ അവിടെ സത്യമായിട്ട് നമുക്കറിയില്ല പ്ലേസ്മെൻറ്റ് നമ്മൾ എവിടെയൊക്കെ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്നതാണ് പ്ലേസ്മെൻറ്റ് കിട്ടുന്നുണ്ടോ. കുറേ കോളേജിൽ 100% പ്ലേസ്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും പ്ലേസ്മെൻറ്റ് കിട്ടാതെ ഒരുപാട് കുട്ടികൾ നടക്കുന്നുണ്ട്. അത് ഞാനിപ്പോൾ കുറേ ആൾക്കാർ BC എടുത്ത കുട്ടികളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് പ്ലേസ്മെൻറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ ആ കോളേജിൽ പ്ലേസ്മെൻറ്റ് ഉണ്ട് പറഞ്ഞിട്ടാണ് ആ കോളേജിൽ പോയതെങ്കിൽ പോലും പ്ലേസ്മെൻറ്റ് ഇല്ലാത്ത ഒരുപാട് കുട്ടികൾ നടക്കുന്നുണ്ട് ഇപ്പോഴും BCക്ക്. ഇത് കറിഞ്ഞിട്ട് തന്നെ കേട്ടോ ഞാൻ BC എടുത്തത്. പിന്നെ അതെടുത്ത് കോളേജ് കണ്ടു, ആയിട്ട് അഡ്മിനിസ്ട്രേറ്ററായിട്ട് സംസാരിച്ചു. ആ സാറും എന്നോട് അങ്ങനെയായിട്ട് പറഞ്ഞത്, പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എല്ലാ ഫെസിലിറ്റീസും തരുന്നുണ്ട്. അഥവാ നിങ്ങൾ പഠിച്ചില്ല അത് നിങ്ങൾക്ക് തന്നെയാണ് ഫ്ലോപ്പ്. എല്ലാ കോളേജസും 100% പ്ലേസ്മെൻറ്റ് തരുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നമ്മുടെ സ്കിൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള കഴിവ്, ആ 50% തിയറി മാത്രമല്ല നമുക്കൊരു ഇൻ്റർവ്യൂ എടുക്കുകയാണെങ്കിൽ അവർ നോക്കുക. പേപ്പറാൾ വരും, നമുക്ക് എഴുതി തരുന്ന പേപ്പറാൾ വരും, ഒരു പേപ്പറാൾ മാത്രമാണ്. എഴുതി തരുന്ന നമ്മൾ എക്സാം എഴുതി തരുന്ന മാർക്ക് വരും ഒരു പേപ്പറാണ്. നമ്മൾ എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യണത് അതിനനുസരിച്ചിട്ടാവും നമുക്ക് മാർക്ക് കിട്ടുക എന്നാണ് എന്നോട് സാറ് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ പ്ലേസ്മെൻറ്റ് കാര്യം അവിടെ നോക്കുകയാണെങ്കിൽ ഉണ്ട്. എനിക്ക് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് പഠിക്കണം. ഞാൻ ബയോ എടുത്തിട്ട് നേരെ കമ്പ്യൂട്ടറിലേക്ക് ചാടിന് പോലും. അവിടെ 1 ഇയർ BC എടുക്കണമെങ്കിൽ 1 ഇയർ നമുക്ക് ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ആണ് പഠിച്ചിരിക്കുക. ബാക്കി 2 ഇയറാണ് നമുക്ക് മറ്റേ എന്താ പറയുക ആഡ് ഓൺ കോഴ്സസിൻ്റെ ക്ലാസ് പഠിച്ചത്. അപ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ BC എടുത്തത്. അപ്പോൾ ഞാൻ അഡ്മിഷൻ എടുത്ത കോളേജിൻ്റെ പേര് സാംബ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നാണ്. അപ്പോൾ എന്താ പറയുക, സാംബ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്. കോളേജിൻ്റെ ഒപ്പം തന്നെയാണ് ഹോസ്റ്റൽ. ഞാൻ ഒന്നില്ലെങ്കിൽ ഹോസ്റ്റൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ PG നോക്കാച്ചിട്ടാണ്. അപ്പോൾ വേറൊരു കുട്ടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് PG എടുക്കാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ലൈഫിൽ ഇതുവരെ പ്ലാൻ. അപ്പോൾ എല്ലാവരും നോക്കി ഞാൻ ബയോ എടുത്തിട്ടാണ് ഞാൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിൽ മാറി. ഒരിക്കലും ബയോളജി മേഖലയ്ക്ക് മാത്രം പോകണമെന്ന് ഒരിക്കലും നിർബന്ധമില്ല. ഒരു കുട്ടിയുടെ ചോയ്സാണ് ആ കുട്ടിക്ക് എന്ത് പഠിക്കണം എന്ത് പഠിക്കേണ്ടതെന്ന്. അപ്പോൾ പാരൻസ് അതും കൂടി ശ്രദ്ധിക്കുക. കാരണം ആ കുട്ടിക്ക് എന്താണോ ആഗ്രഹം, കുട്ടികൾക്ക് എന്താണോ ആഗ്രഹം അതിനനുസരിച്ച് നീങ്ങുക. കാരണം ഒന്ന് പഠിക്കലൊക്കെ കഴിഞ്ഞ് ഒരു ജോലിയൊന്നും ആയിട്ടില്ല, നമുക്ക് തീരെ താല്പര്യമില്ല, പാരൻസിനോട് ഞാൻ ചോദിക്കും എനിക്ക് ഇഷ്ടപ്പെടാത്ത കോഴ്സ് എടുത്തിട്ടല്ലേ നിങ്ങളെന്നെ പഠിപ്പിച്ചേ, എനിക്ക് ഇഷ്ടപ്പെടുന്ന കോഴ്സാണെങ്കിൽ ഞാൻ ഇപ്പോൾ ജോലി ആയില്ലെന്നായിരിക്കും കുട്ടികൾ പാരൻസിനോട് ചോദിക്കുക. അപ്പോൾ പാരൻസ് അതും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ കോളേജസ് എടുക്കുകയാണെങ്കിൽ തന്നെ ആൾക്കാർ വിളിച്ച് പറഞ്ഞ് ആ കോളേജിനെ കുറിച്ച്, അതായത് കുറേ കരിയർ ഗൈഡൻസ് ആൾക്കാർ ഓരോ കോളേജിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കോളേജിനെ കുറിച്ചിട്ടാണ് കൂടുതൽ പറയുക.
അതായത് അപ്പോൾ ഓരോ കോളേജിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ മലയാളികൾ വിളിക്കുകയാണെങ്കിൽ ആ കോളേജിൽ ബാംഗ്ലൂർ കോളേജിൽ അപ്പോൾ അവിടെ മലയാളികളുണ്ടല്ലോ, അപ്പോൾ എന്താണ് കോളേജിലെ അഡ്മിനിസ്ട്രേറ്റർമാരായിരിക്കും നിങ്ങളെ വിളിക്കുന്നുണ്ടാവുക. ഈ കോളേജ് നല്ലതാണ്, ഈ കോളേജിൽ 100% പ്ലേസ്മെൻറ്റ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ആ കോളേജ് എടുക്കുകയാണെങ്കിൽ തന്നെ അവിടെ പോയിട്ട് അന്വേഷിച്ചിട്ട് പ്ലേസ്മെൻറ്റ് കാര്യം നോക്കുക. അവിടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്, ആ കുട്ടികളോട് തന്നെ ചോദിച്ചു നോക്കുക. അവിടെ 3rd ഇയർ പഠിക്കുന്ന കുട്ടികളുണ്ടാവും, അവരോട് തന്നെ ചോദിച്ചിട്ട് അന്വേഷിച്ചിട്ട് മാത്രം കോളേജസ് എടുക്കാം. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാനിപ്പോൾ അഡ്മിഷൻ എടുത്തു. എനിക്ക് ജൂലൈ ഓഗസ്റ്റ് ആ ടൈമിൽ എനിക്ക് എപ്പോഴാണ് ക്ലാസ് തുടങ്ങാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ബാംഗ്ലൂരിലേക്ക് മാറും. ഞാൻ ബാംഗ്ലൂരിലേക്ക് ഗൈസ്. ഈ വീട്ടിലേക്ക് ഒരു അതിഥി മാത്രമായിട്ടായിരിക്കും ഞാൻ ഈ 2 മാസം കഴിഞ്ഞാൽ വരുന്നുണ്ടാവുക. അപ്പോൾ പാരൻസും ഒക്കെ കുറേ നമുക്ക് വിശ്വാസം ഇതൊക്കെ തന്നിട്ടാണ് ബാംഗ്ലൂർ പറഞ്ഞൊരു സിറ്റിക്ക് വേണ്ടി. എല്ലാവർക്കും ബാംഗ്ലൂർ പറഞ്ഞ പേടിയാണ്, പക്ഷേ കുട്ടീനെ ബാംഗ്ലൂരിക്കാണ് വേണ്ടത്. പക്ഷേ പഠിക്കുന്ന കുട്ടികളെ എവിടെ പോയാലും പഠിക്കും. ഓക്കെ, പഠിക്കുന്ന കുട്ടികൾ എവിടെ പോയാലും പഠിക്കും. അപ്പോൾ കുട്ടികളിൽ ഒരു ഫെയ്ത്ത് ഉണ്ടാവുക, ഒരു വിശ്വാസം. എൻ്റെ കുട്ടി അവിടെ പോയി പഠിക്കുന്നൊരു വിശ്വാസം, അത് അവരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിയാണ് വിശ്വാസമാണ്. ഇയാളെ പോയി പഠിക്കുന്ന എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. ഓക്കെ, ഞാൻ പഠിക്കുന്ന കോളേജിൻ്റെ ഡീറ്റെയിൽസ് വേണ്ടവരും എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാവർക്കും പറഞ്ഞു തന്നതായിട്ട്, അതായത് അതിന് വേണ്ടിയിട്ട് മാത്രമേ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ലവ് യു സോ മച്ച്. ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.